ഹലോ ഫ്രണ്ട്സ്, സെക്കൻഡ് ബെല്ലിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസിനെ കുറിച്ചാണ് വിശദമായിട്ട് പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലിംഗ്വിസ്റ്റിക്സിൻ്റെ ബേസിക് നോട്ട്സ് ആണ് തരാൻ പോകുന്നത്. ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. ഭാഷയിൽ ആദ്യമുണ്ടായത് ഒരു ലാംഗ്വേജിന്റെ ബേസ് എന്ന് പറയുന്നത് സ്പീച്ച് സൗണ്ട്സ് ആണ്. ശബ്ദമാണ് ആദ്യം തന്നെ ഉണ്ടായത്. അപ്പോ ഫോണറ്റിക്സ് എന്ന് പറയുന്നതോ, ഫോണറ്റിക്സ് ഈസ് ദാറ്റ് ആസ്പെക്ട് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് സ്പീച്ച് സൗണ്ട്സ്. ലിംഗ്വിസ്റ്റിക്സിനകത്ത് സ്പീച്ച് സൗണ്ടുകളെ കുറിച്ച്, ശബ്ദങ്ങളെ കുറിച്ച് പഠിക്കുന്ന വിഭാഗത്തെ നമ്മൾ ഫോണറ്റിക്സ് എന്നാണ് പറയുന്നത്. ഈ ഫോണറ്റിക്സിനകത്ത് 3 വ്യത്യസ്ത തലങ്ങളിലായിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ലെവലിൽ നിന്നുകൊണ്ട്, എന്നാൽ തന്നെയും അത് ഇന്റർ ഡിപ്പെൻഡന്റ് ആയിക്കൊണ്ടും 3 ലെവലായി തിരിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യത്തേത് പ്രൊഡക്ഷൻ ആണ്. സ്പീച്ച് സൗണ്ടുകളുടെ പ്രൊഡക്ഷൻ എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. രണ്ടാമത്തേത് ട്രാൻസ്മിഷൻ ഓഫ് സൗണ്ട് ആണ്. മൂന്നാമത്തേത് റിസെപ്ഷൻ അല്ലെങ്കിൽ പെർസെപ്ഷൻ ഓഫ് ദി സ്പീച്ച് സൗണ്ട്. അപ്പോൾ ശബ്ദം എങ്ങനെ ഉണ്ടായി, അത് എങ്ങനെ മറ്റൊരാളിലേക്ക് എത്തുന്നു, എങ്ങനെയാണ് കേൾവിക്കാരൻ അതിനെ കേൾക്കുന്നത്, ഈ 3 ലെവലിൽ നിന്നുകൊണ്ട് ഫോണറ്റിക്സിനെ ഡിവൈഡ് ചെയ്യുകയാണ്. ഫസ്റ്റ് വൺ ഈസ് ആർട്ടിക്കുലേറ്ററി ഫോണറ്റിക്സ്, ഡീലിംഗ് വിത്ത് ദ പ്രൊഡക്ഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്സ്. Second one, acoustic phonetics, dealing with the transmission of sounds. And finally, auditory phonetics, it deals with the reception or the perception of sounds. An airstream mechanism or a moving current of air is needed to provide the energy required for the production of speech sounds. സ്പീച്ച് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത്, അതല്ലെങ്കിൽ അത് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അതിനൊരു മൂവിങ് കറന്റോ അല്ലെങ്കിൽ ഒരു എയർ സ്ട്രീമോ ആവശ്യമായി വരുന്നു. ഈ എയർ നമ്മൾ ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുന്ന ആ എയർ, ദ എയർ വി എക്സ്പെൽ, ദ എയർ സ്ട്രീം വി എക്സ്പെൽ, it get modified into speech sounds by the action of certain organs in our body. നമ്മുടെ ശരീരത്തിലെ തന്നെ ഒരുപാട് ഓർഗാൻസിന്റെ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഈ എയർ സ്ട്രീം എന്ത് ചെയ്യുന്നത്, സ്പീച്ച് സൗണ്ട്സ് ആയിട്ട് മാറുന്നത്. ദിസ് എയർ സ്ട്രീം ഈസ് ദ ബേസിസ് ഓഫ് സ്പീച്ച് സൗണ്ട്സ്. അപ്പൊ സ്പീച്ച് സൗണ്ട്സിന്റെ ബേസിസ് എന്ന് പറയുന്നത് ഈ എയർ സ്ട്രീം ആണ്. അതുകൊണ്ട് തന്നെ ഈ എയർ സ്ട്രീമിനെ നമ്മൾ 3ആയി ഡിവൈഡ് ചെയ്യുന്നു: പൾമോണിക്, ഗ്ലോട്ടാലിക് ആൻഡ് വീലാറിക്. ആദ്യത്തേത് പൾമോണിക് എയർ സ്ട്രീം മെക്കാനിസം ആണ്. ഇൻ പൾമോണിക് എയർ സ്ട്രീം മെക്കാനിസം, എയർ സ്ട്രീം ഇൻവോൾവിംഗ് ലങ് എയർ ഈസ് യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്സ്. സ്പീച്ച് സൗണ്ട്സിന്റെ പ്രൊഡക്ഷനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, പൾമോണിക് എയർ സ്ട്രീം മെക്കാനിസത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്, പൾമോണിക് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് നമ്മുടെ ലങ്സുമായി ബന്ധപ്പെട്ടതാണ്. സോ ദ ലങ് എയർ ആണ് സ്പീച്ച് സൗണ്ടിന്റെ പ്രൊഡക്ഷന് ഉപയോഗിക്കുന്നത്. ദ സൗണ്ട് ഓഫ് മോസ്റ്റ് ലാംഗ്വേജസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദസ്. എല്ലാ ഭാഷകളിലും, ഒട്ടുമിക്ക ഭാഷകളിലും ഉപയോഗിക്കുന്ന ശബ്ദത്തിനകത്ത് വരുന്നത് ഈ പൾമോണിക് എയർ സ്ട്രീം മെക്കാനിസം വഴി ഉണ്ടാകുന്ന ശബ്ദങ്ങളാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ലങ്സ് ആൻഡ് ദ റെസ്പിറേറ്ററി മസിൽസ്. വേറെ ലങ്സിനോടൊപ്പം അതിൻ്റെ അകത്ത് ഉള്ളത് ഈ പൾമോണിക് എയർ സ്ട്രീം മെക്കാനിസത്തിൽ പങ്കെടുക്കുന്നത് ആരൊക്കെയാണ്? ലങ്സ് ആൻഡ് ദി റെസ്പിറേറ്ററി മസിൽസ്. ദ എയർ ഈസ് സെറ്റ് ഇൻ മോഷൻ ബൈ ദ ആക്ഷൻ ഓഫ് ആൻ ഇനിഷ്യേറ്റർ. ഇവിടെ ഇനിഷ്യേറ്റർ ആയിട്ട് വരുന്നത് ആരാണ്? ദ വാൾ ഓഫ് ദ ലങ്സ് ആണ്. It acts as the initiator which are moved by respiratory muscles. അപ്പോ ലങ്സിന്റെ വാള് ഇനിഷ്യേറ്റർ ആയിട്ട് വരുമ്പോൾ അതിനെ മൂവ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അത് മൂവ് ചെയ്യുന്നത് റെസ്പിറേറ്ററി മസിൽ അല്ലെങ്കിൽ ചെസ്റ്റിന്റെ മസിൽസ് വെച്ചിട്ടാണ്. So that air is drawn into the lungs or expelled out of the lungs. എയർ ലങ്സിന്റെ അകത്തേക്ക് കയറുകയും അതേസമയം തന്നെ അത് പുറത്തേക്ക് പോവുകയും എക്സ്പെൽ ചെയ്യുകയും ചെയ്യുന്നു.
When the airstream mechanism is used to draw air into it is called inclusive. എയർസ്ട്രീം മെക്കാനിസം ഉപയോഗിച്ചുകൊണ്ട് എയർ ലങ്സിന്റെ അകത്തോട്ട് കയറുമ്പോൾ അതിനെ ഇൻക്രസീവ് എന്നും, when it is used to push the air out it is called aggressive എന്നും. ഇനി ഈ മസിൽസിന്റെയും ഇതിന്റെ ഇനിഷ്യേറ്ററിന്റെയും ഒക്കെ ഒരു ആക്ഷൻ കൊണ്ട് ലങ്സിൽ നിന്ന് എയർ പുറത്തോട്ട് പുഷ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ, പുറത്തോട്ട് തള്ളുകയാണ് എങ്കിൽ അതിനെ aggressive എന്നും പറയുകയാണ്. The speech sounds of most languages in the world are produced with the pulmonic aggressive airstream mechanism. ഏറ്റവും കൂടുതൽ ഭാഷകൾ അല്ലെങ്കിൽ ശബ്ദങ്ങൾ ഉണ്ടായിട്ടുള്ളത്, ഈ ലാംഗ്വേജിലെ ശബ്ദങ്ങൾ ഉണ്ടായിട്ടുള്ളത് പൾമോണിക് അഗ്രസീവ് എയർസ്ട്രീം മെക്കാനിസത്തിലൂടെയാണ്. That is the lung air that is pushed out from lungs. ലങ്സിൽ നിന്ന് പുഷ് ഔട്ട് ചെയ്യുന്ന എയറിൽ നിന്ന് അതുകൊണ്ട് ഉണ്ടാകുന്ന ശബ്ദങ്ങള് respiratory lung air ആണ്. In fact, all the sounds of English and the most of Indian languages except Sindhi are produced with pulmonic aggressive airstream mechanism. Pulmonic inclusive airstream is generally not used in the production of speech. അത് ഇൻക്രസീവ് INGRESSIVE ആദ്യമേ പറഞ്ഞല്ലോ, അകത്തേക്ക് എടുക്കുന്നത്, അതധികം ഭാഷകളിൽ ഉപയോഗിച്ച് കാണുന്നില്ല. It is used only closed glottis is the initiator. എപ്പോഴാണ് ഇൻക്രസീവ് ഉപയോഗിക്കുന്നത്? അത് ക്ലോസ്ഡ് ഗ്ലോട്ടിസ് അതൊരു ഇനിഷ്യേറ്റർ ആയിട്ട് ക്ലോസ്ഡ് ഗ്ലോട്ടിസ് വരുമ്പോൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഈ ഗ്ലോട്ടിക് എന്താണ്, അതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മുടെ ആർട്ടിക്കുലേറ്ററി ഓർഗാൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പറയാനിരിക്കുന്നതേ ഉള്ളൂ, അപ്പൊ കുറച്ചുകൂടി മനസ്സിലാകും. ഇനി അടുത്തത് ഗ്ലോട്ടാലിക് എയർസ്ട്രീം മെക്കാനിസം ആണ്. In the glottalic airstream mechanism, the closed glottis is the initiator. Glottalicല് closed glottis ആണ് initiator ആയിട്ട് വരുന്നത്. And the air within the pharynx, pharynxനകത്തെ എയർ ആണ് അതിനകത്ത് ഇനിഷ്യേറ്റർ ആയിട്ട് ഗ്ലോട്ടിസും ഫാരിൻസ് ആണ് ഉപയോഗിക്കുന്ന. എയർ എവിടത്തെയാണ്? ഫാരിൻസിനകത്ത് എയർ. So it is called a pharyngeal airstream mechanism. Both ingressive and inclusive airstream mechanism are used by some languages of the world for the articulation of speech sounds. സിന്ധി ഭാഷ നേരത്തെ പൾമോണിക്കിൽ നിന്നുള്ള ഒരു എക്സെപ്ഷണൽ കേസ് ആയിരുന്നു. പൾമോണിക്കിൽ അത് വരുന്നില്ല, സിന്ധി ഭാഷ ഒഴിച്ച് ബാക്കിയെല്ലാം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ ഗ്ലോട്ടാലിക് സൗണ്ട് സിന്ധി ഭാഷയില് ഒന്നാണ്. അതുപോലെ അടുത്തത് വീലാറിക് എയർസ്ട്രീം മെക്കാനിസം ആണ്. ദ ബാക്ക് ഓഫ് ദ ടങ് ഈസ് ദ ഇനിഷ്യേറ്റർ. നമ്മുടെ നാവിന്റെ ബാക്ക് വശം, ഏറ്റവും അകത്തേക്കുള്ള വശമാണ് ബാക്ക് ഓഫ് ദ ടങ് ആണ് അതിനകത്ത് ഇനിഷ്യേറ്റർ. എയർ എവിടത്തെയാണ്? എയർ ഇൻ ദ മൗത്ത് ഈസ് സെറ്റ് ഇൻ മോഷൻ. For this reason, this is also referred to as the oral airstream mechanism. അത് വായയുടെ അകത്തുള്ള കാര്യങ്ങളായതുകൊണ്ട് അതിനെ ഓറൽ എയർസ്ട്രീം മെക്കാനിസം എന്നും പറയുന്നു. The sounds of several African languages are produced with a velaric inclusive airstream. അപ്പോൾ ആഫ്രിക്കൻ ലാംഗ്വേജസിലുള്ള അധികം ഇത് വിലാറിക്കിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. വിലാറിക് ഇൻക്ലൂസീവ് എയർസ്ട്രീം. അപ്പോൾ നമുക്ക് മനസ്സിലായി എയർസ്ട്രീം മെക്കാനിസം വഴി സ്പീച്ച് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടെന്നുള്ള കാര്യം. ഈ സ്പീച്ച് സൗണ്ട്സ് ഹ്യൂമൻ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഓർഗൻസിനെ നമ്മൾ ഒന്നടക്കം വിളിക്കുന്ന പേരാണ് ഓർഗൻസ് ഓഫ് സ്പീച്ച് എന്ന്. Those organs of the human body which help to produce speech sounds are together called organs of speech. Based on their function, അവരുടെ ഫംഗ്ഷൻ അനുസരിച്ച് organs of speech may be classified into 3 groups or systems. അവരുടെ ആ ഒരു ഫംഗ്ഷൻ അനുസരിച്ച് അവരെ ഈ ഓർഗൻസ് ഓഫ് സ്പീച്ചിനെ ക്ലാസിഫൈ ചെയ്തേക്കാണ് 3 തരത്തിൽ. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ,
First one, the respiratory system. Second one, the phonatory system. And the third one is the articulatory system. അപ്പോൾ ആദ്യത്തെ സിസ്റ്റമാണ് ദ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ദ റെസ്പിറേറ്ററി സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ദി ലങ്സ്, ദ മസിൽ ഓഫ് ദി ചെസ്റ്റ് ആൻഡ് ദി വിൻഡ് പൈപ്പ് അല്ലെങ്കിൽ ട്രക്കിയ. ഇത് നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ച അതേ സെയിം കാര്യങ്ങളാണ്. എന്തിനു ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുന്നു? ഈ സ്പീച്ച് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുന്നു. അപ്പം ഈ 3 പാർട്സാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചെസ്റ്റ് മസിൽസ് അതിൻ്റെ ആക്ഷൻ കൊണ്ട്, അല്ലെങ്കിൽ ചെസ്റ്റ് മസിൽസിൻ്റെ ആക്ഷൻ കൊണ്ട് നമ്മുടെ ലെങ്സ് ഒന്ന് ചുരുങ്ങും, കോൺട്രാക്റ്റ് ചെയ്യും. ലെങ്സ് കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു പറയണു? ഒരു എയർ എക്സ്പെൽ ചെയ്യും, പുഷസ് ഔട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു പുഷ് ചെയ്യുന്ന ആ ഒരു എയർ അല്ലെങ്കിൽ ആ എയർ സ്ട്രീമാണ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു? സ്പീച്ച് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഈ ലെങ്സിൽ നിന്ന് പോകുന്ന എയർ ചെസ്റ്റ് മസിൽസ് ഉണ്ട്, ചെസ്റ്റ് മസിൽസിൻ്റെ ആക്ഷൻ കൊണ്ട് ലെങ്സ് ചുരുങ്ങുമ്പോൾ അതിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന ആ എയർ മുകളിലോട്ട് പോവാണ്. എങ്ങോട്ട് പോവും? ലെങ്സിൽ നിന്ന് വിൻഡ് പൈപ്പിലൂടെ മുകളിലോട്ട് പോവാണ്. അങ്ങനെ പോകുമ്പോൾ ഒരു സ്പീച്ച് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടി ലെങ്സ് ആ ഒരു സ്പീച്ച് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു എനർജി വേണമല്ലോ. ആ എനർജി സപ്ലൈ ചെയ്യുന്നത് ഈ ലെങ്സ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ സ്പീച്ച് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ എനർജി സപ്ലൈ ചെയ്യുന്നത് ആരാന്ന് പറയുന്നു? ലെങ്സ് ആണെന്നാണ് പറയുന്നത്. ദ എയർ സ്ട്രീം ഫ്രം ദി ലെങ്സ് മൂവ് അപ്പ് ത്രൂ ദി വിൻഡ് പൈപ്പ് ആൻഡ് ത്രൂ ദി ഓപ്പണിംഗ് ഇൻ ദി വോക്കൽ കോർഡ്സ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മുടെ എയർ സ്ട്രീം ഈ എയർ സ്ട്രീം എന്ത് ചെയ്യുന്നു പറഞ്ഞു? ലെങ്സിൽ നിന്ന് മുകളിലോട്ട് വിൻഡ് പൈപ്പ് വഴി പുഷപ്പ് ചെയ്യും, മുകളിലോട്ട് പോകും. എന്നിട്ട് അതെന്ത് ചെയ്യും? ആ വോക്കൽ കോർഡ്സിൻ്റെ ഓപ്പണിങ്ങിലൂടെയാണ് പുറത്തോട്ട് പോകുന്നത്. വോക്കൽ കോർഡ്സ് വെച്ച് 2 ഇങ്ങനെ വി ഷേപ്പിലിങ്ങനെ സംഭവമാണ് ഈ വോക്കൽ കോർഡ്സ്. അപ്പോൾ ഇതിന് ഇടയിൽ കൂടെയാണ് എന്ത് പോകുന്നത്? നമ്മുടെ സൗണ്ട് അല്ലെങ്കിൽ എയർ സ്ട്രീം കടന്നു പോകുന്നത്. അങ്ങനെ കടന്നു പോകുമ്പോൾ അവിടെ വെച്ചാണ് എന്ത് സ്പീച്ച് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിസ്റ്റം ദ റെസ്പിറേറ്ററി സിസ്റ്റം ഹെൽപ്സ് ദ പ്രോസസ് ഓഫ് ഇനിഷ്യേഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്. അപ്പോൾ സ്പീച്ച് സൗണ്ട്സിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യണത് ഈ ഒരു റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നിന്നാണെന്നാണ് പറയുന്നത്. ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത് ഫോണേറ്ററി സിസ്റ്റമാണ്. ദ ഫോണേറ്ററി സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ലാറിങ്സ്, വോക്കൽ കോർഡ്സ് എക്സെട്ര. അപ്പോൾ ഫോണേറ്ററി സിസ്റ്റത്തിനുള്ള എന്തുണ്ട്? ലാറിങ്സ് ഉണ്ട്, വോക്കൽ കോർഡ്സും ഉണ്ട്. ഈ ലാറിങ്സ് വെച്ചാൽ ഭയങ്കര മസ്കുലർ സ്ട്രക്ചറാണെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ മസ്കുലർ സ്ട്രക്ചർ. അത് എവിടെ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്? ഇറ്റ് സിറ്റുവേറ്റ് അറ്റ് ദി അപ്പർ പാർട്ട് ഓഫ് ദി ട്രക്കിയ. ട്രക്കിയയുടെ അപ്പർ പാർട്ടിലാണ് ഈ ലാറിങ്സ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ആഡംസ് ആപ്പിൾ ഓർ വോയിസ് ബോക്സ്. അപ്പോൾ ആഡംസ് ആപ്പിൾ അല്ലെങ്കിൽ വോയിസ് ബോക്സ് എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. Larynx is the first point at which the outflowing airstream is modified. ഈ ലങ്സിൽ നിന്ന് ഞാൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ആ ഒരു പ്രോസസ്സിൽ പറഞ്ഞിരുന്നു. എയറിൽ നിന്ന് എയർ സ്ട്രീം എക്സ്പെൽ ചെയ്ത് അത് ഈ വിൻഡ് പൈപ്പ് അല്ലെങ്കിൽ ട്രക്കിയ വഴി പുറത്തോട്ട് പോകും. അപ്പോൾ ആ വിൻഡ് പൈപ്പ് ട്രക്കിയുടെ തൊട്ട് മുകളിലുള്ള ഭാഗമാണ് ലാറിങ്സ്. ഈ ലാറിങ്സിൽ എത്തുമ്പോഴാണ് ആ എയർ സ്ട്രീം എന്ത് ചെയ്യപ്പെടുന്നത്? മോഡിഫൈ ചെയ്യപ്പെടുന്നത്. ഇത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ ആ എയർ സ്ട്രീം മോഡിഫൈ ചെയ്യുന്ന ആ പോയിന്റിനെയാണ് നമ്മൾ ലാറിങ്സ് എന്ന് പറയുന്നത്. ഈ ലാറിങ്സിനുള്ളിൽ ഇൻസൈഡ് ദി ലാറിങ്സ് ദർ ഇസ് എ പെയർ ഓഫ് ലിപ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കോൾഡ് ദ വോക്കൽ കോഡ്. വോക്കൽ കോഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ലിപ് ലൈക്ക് അല്ലെങ്കിൽ പെയർ ഓഫ് ലിപ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. The vocal cords are placed horizontally from front to back. ഹൊറിസോണ്ടലി ആണ് ഈ വോക്കൽ കോഡ്സ് പ്ലേസ് ചെയ്തിട്ടുള്ളത്, ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട്. They are attached in the front but separated at the back. ഫ്രണ്ടിൽ അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ബാക്കിൽ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. As they are separated at one end,
they can assume a large number of positions. The space between the vocal cords is called the glottis. ഇപ്പം ഞാൻ പറയുന്നു ഈ വോക്കൽ കോഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വി ഷേപ്പ് കൈൻഡ് ഓഫ് ഷേപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ വി ഷേപ്പ് പോലെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു സ്പേസ് ഇല്ലേ, ആ സ്പേസ് നമുക്ക് എന്തെന്ന് പറയാം? ഗ്ലോട്ടിസ് എന്ന് പറയാം. ആ ഒരു സ്പേസ് അല്ലെങ്കിൽ ആ ഏരിയ, ആ ഗ്യാപ്പ് ബിറ്റ്വീൻ ദി വോക്കൽ കോഡ്സ് ആർ കോൾഡ് ഗ്ലോട്ടിസ്. ഓക്കെ. വെൻ ഫുഡ് ഈസ് swallowed, നമ്മൾ ഫുഡ് ഇങ്ങനെ ഇറക്കുമ്പോൾ വോക്കൽ കോഡ്സ് എന്ത് ചെയ്യും? ഇങ്ങനെ ഒരുമിച്ച് വരും, ക്ലോസ് ആവും. അങ്ങനെ ക്ലോസ് ആകുമ്പോൾ ഗ്ലോട്ടീസും ക്ലോസ് ആവും. അങ്ങനെ ക്ലോസ് ആകുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് എന്തിലേക്ക് പോവില്ല? ട്രക്കിയിലേക്ക് പോവില്ല. നമ്മളിങ്ങനെ ഫുഡ് ആ വോക്കൽ കോഡ്സ് ക്ലോസ് ആക്കുമ്പോൾ ദിസ് ക്ലോഷർ പ്രിവെൻറ്റ്സ് ദ ഫുഡ് ഫ്രം എൻറ്ററിങ് ദി ട്രക്കിയ. ഫുഡ് കഴിക്കുന്ന കാര്യത്തിലാട്ടോ. ഫുഡ് കഴിക്കുമ്പോൾ അങ്ങനെ ഗ്ലോട്ടീസ് ഒക്കെ അടയുമ്പോൾ, വോക്കൽ കോഡ്സ് അടയുമ്പോൾ എന്ത് പറ്റുന്നു? ആ ഒരു ക്ലോഷർ ഫുഡ് ട്രക്കിയിലോട്ട് എൻ്റർ ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. When we breathe in or out, the vocal cords are kept wide apart and thus the glottis is open. When we breathe in or out, നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ വോക്കൽ കോഡ്സ് എന്ത് ചെയ്യുമെന്ന് പറയണു? വൈഡ് അപ്പാർട്ട്, ഇങ്ങനെ വൈഡായിട്ട് നിൽക്കും, വി ആയിട്ട് നിൽക്കും, വി ഷേപ്പിൽ നിൽക്കും. അപ്പോൾ അവിടെ ഇടയിൽ എന്ത് വരും? ഒരു ഗ്ലോട്ടിസ്, ആ ഇടയിലുള്ള സ്പേസ് ആ ഗ്ലോട്ടിസ് എന്ന് പറഞ്ഞല്ലോ, ഗ്ലോട്ടിസ് വൈഡ് ഓപ്പൺ ആയിട്ടിരിക്കും. ആ സ്പേസിൽ കൂടെയാണ് എന്ത് പിന്നെ പാസ് ചെയ്യണത്? എയർ സ്ട്രീം പാസ് ചെയ്യണത് ഈ ഒരു സ്പേസിൽ കൂടെയാണ്. അപ്പോൾ നല്ല ഫ്രീലി ആയിട്ട് സ്മൂത്തായിട്ട് പാസ് ചെയ്യും. ഒരു തരത്തിലുള്ള വൈബ്രേഷനോ ഒന്നും, വോക്കൽ കോഡ്സിൽ വൈബ്രേഷനോ ഒന്നും ക്രിയേറ്റ് ചെയ്യാണ്ട് സ്മൂത്തായിട്ട് എയർ പാസ് ചെയ്യും. The sound thus produced with the glottis wide open are called voiceless sound. അപ്പോൾ അങ്ങനെ ആ വോക്കൽ കോഡ്സ് വൈഡായിട്ടും വോക്കൽ കോഡ്സ് വൈഡായിട്ടിരിക്കുമ്പോൾ ഗ്ലോട്ടീസും വൈഡായിട്ടിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ സ്മൂത്തായിട്ട് എയർ പാസ് ചെയ്ത് അതിൽ അങ്ങനെ ഉണ്ടാകുന്ന സൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വോയിസ്ലെസ് സൗണ്ട് എന്ന് പറയുന്നത്. These sounds are also called breathed sounds. Breathed sounds എന്നാണ് ഈ ഒരു വോയിസ് സൗണ്ട്സിനെ വിളിക്കുന്ന വേറൊരു പേര്. These sounds are also called breathed sounds. ബ്രീത്ത് സൗണ്ട്സ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പൊസിഷനിലാണ് ഗ്ലോട്ടീസ് ബ്രീത്ത് ചെയ്യണത്. ഈ വോക്കൽ കോഡ്സ് വൈഡായിട്ടിരിക്കുമ്പോഴാണ് ഗ്ലോട്ടീസും ഓപ്പൺ ആവുന്നത്. അപ്പോഴാണ് ഗ്ലോട്ടീസിന് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ബ്രീത്ത് സൗണ്ട്സ് എന്ന് പറയണത്. ഇംഗ്ലീഷ് വേർഡ്സ് ആയിട്ടുള്ള സൗണ്ട്സ് ആയിട്ടുള്ള പ്, ട്, സ്, ഫ് അങ്ങനത്തെ ഈ ഇംഗ്ലീഷ് സൗണ്ട്സ് എന്തിൻ്റെ എക്സാമ്പിളാണെന്ന് പറഞ്ഞു? വോയിസ്ലെസ് സൗണ്ട്സിൻ്റെ എക്സാമ്പിളാണെന്നാണ് പറയുന്നത്. പ്, ട്, സ്, ഫ് അതൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്? വോയിസ്ലെസ് സൗണ്ട്സിൻ്റെ എക്സാമ്പിളാണ്. When the vocal cords are held together loosely, the pressure of air from the lungs makes the vocal cord vibrate. ഇത്രേ ഉള്ളൂ. വോക്കൽ കോഡ്സ് ഞാൻ പറഞ്ഞു ഈ വി പോലിരിക്കുന്ന സാധനമാണ് വോക്കൽ കോഡ്സ്. ഈ വോക്കൽ കോഡ്സ് പയ്യെ ഇങ്ങനെ ചേർന്ന് ലൂസ്ലി, ഒരുപാട് ടൈറ്റായിട്ടല്ല, ലൂസ്ലി ഇങ്ങനെ ചേർന്ന് വന്ന് ഒരുമിച്ചിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ ചേർന്നില്ല, ക്ലോസ് ആൻഡ് ഓപ്പൺ ആണ്, ക്ലോസ് ആണ്, അങ്ങനെ രീതിയിലിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ലങ്സിൽ നിന്ന് എയറിൻ്റെ ദ പ്രഷർ ഓഫ് എയർ ഫ്രം ലങ്സ് ഇങ്ങനെ വോക്കൽ കോഡ്സിലേക്ക് വരുമ്പോൾ പയ്യൊരു വോക്കൽ കോഡ്സിന് ചെറിയൊരു വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യും. ദ വോക്കൽ കോഡ്സ് വൈബ്രേറ്റ്. അങ്ങനെ വൈബ്രേഷൻ വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് ചെയ്തിട്ട് ഉണ്ടാവുന്ന സൗണ്ട്സിനെ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വോയിസ്ഡ് സൗണ്ട് എന്ന് പറയുന്നത്. ദ സൗണ്ട് produced when the vocal cords vibrate are called voiced sounds. Okay. All English vowels and consonants like b, j, g, z are examples of voiced sound. അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്? വോയിസ്ഡ് സൗണ്ട്സിൻ്റെ എക്സാമ്പിളാണെന്നാണ് പറയുന്നത്. എല്ലാ വവൽസും കൺസോണൻസും ഒക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്? വോയിസ്ഡ് സൗണ്ട്സിൻ്റെ എക്സാമ്പിളാണ്. ഇനി അടുത്ത് നമ്മൾ ആർട്ടിക്കുലേറ്റഡ് സിസ്റ്റമാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർഗാൻസ് ഓഫ് സ്പീച്ചിനകത്ത് റെസ്പിറേറ്ററി സിസ്റ്റവും ഫോണേറ്ററി സിസ്റ്റവും പഠിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് ആർട്ടിക്കുലേറ്ററി സിസ്റ്റമാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദി ഫാരിൻസ്, ദ നോസ് ആൻഡ് ദി ഓറൽ കാവിറ്റി.
അതായത് ഈ ആർട്ടിക്കുലേറ്ററി സിസ്റ്റത്തിനകത്ത് എന്തൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്? നമ്മുടെ ഫാരൻസ് ഉണ്ട്, നമ്മുടെ മൂക്കുണ്ട്, പിന്നെ നമ്മുടെ ഓറൽ കാവിറ്റി ഉണ്ട്. ഓറൽ കാവിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ വായയുടെ അകമാണ്. അപ്പോൾ വായ്ക്കകത്താകുമ്പോൾ എന്തൊക്കെയുണ്ട്? പല്ലുകളുണ്ട്, നാക്കുണ്ട്, അതുപോലെ തന്നെ റൂഫ് ഓഫ് ദ മൗത്ത് ആൻഡ് ദ ലിപ്സ്. ഇനി റൂഫ് ഓഫ് ദ മൗത്ത് എന്ന് പറയുമ്പോൾ ഇറ്റ് കംപ്രസസ് ഓഫ് ദി teeth ridge or alveolum or alveolar ridge. പിന്നെ ഹാർഡ് പാലറ്റ്, പിന്നെ സോഫ്റ്റ് പാലറ്റ്. സോഫ്റ്റ് പാലറ്റിനെ തന്നെ വീലം എന്നും പറയുന്നു. അതോടൊപ്പം ഓവുലയും ഉണ്ട്. ഒന്നുകൂടി പറയാം, നമ്മുടെ റൂഫ് ഓഫ് ദ മൗത്ത് എന്ന് പറയുമ്പോൾ ടീത്ത് റിഡ്ജ് ഉണ്ട്, ഹാർഡ് പാലറ്റ്, സോഫ്റ്റ് പാലറ്റ് ആൻഡ് ഓവുല, ഇത്രയും ചേർന്നതാണ്. The convex bony part of the roof of the mouth which lies immediately behind the upper front teeth is called teeth ridge. ഇതിനകത്ത് ടീത്ത് റിഡ്ജ് അല്ലെങ്കിൽ അൽവിയോളാർ റിഡ്ജ് എന്ന് പറയുന്നത് ഒരു കോൺവെക്സ് ഷേപ്പിനകത്ത് ഒരു ബോണി പാർട്ട്. നമുക്കറിയാം, നമ്മുടെ ഫ്രണ്ടിലെ പല്ല് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് പുറകിലായിട്ട് മോണയോട് ചേരുന്ന ഭാഗത്ത് നമുക്കൊരു എല്ല് പോലത്തെ ഒരു കട്ടിയുള്ള ഭാഗം കാണാം. അതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? വിച്ച് ലൈസ് ഇമ്മീഡിയറ്റ്ലി ബിഹൈൻഡ് ദ അപ്പർ ഫ്രണ്ട് ടീത്ത്. അതിനെ നമ്മൾ ടീത്ത് റിഡ്ജ് എന്നോ അല്ലെങ്കിൽ അൽവിയോളാർ റിഡ്ജ് എന്നോ വിളിക്കുന്നു. ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാർഡ് പാലറ്റ് എന്ന് കേട്ടു. ദ ഹാർഡ് ആയിട്ടുള്ള കോൺകേവ് ബോണി സർഫേസ് വിച്ച് lies immediately behind the alveolum is called heart palate. അതായത് നമ്മുടെ ഹാർഡ് പാലറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ടീത്ത് റിഡ്ജിന്റെ, അതായത് ആ ഹാർഡായിട്ടുള്ള ഒരു കോൺവെക്സ് ബോണി സർഫസ് ആണല്ലോ ടീത്ത് റിഡ്ജ്, അതിന്റെ തൊട്ട് പുറകിലായിട്ട് കാണുന്ന ഹാർഡായിട്ടുള്ള കോൺകേവ് ബോണി സർഫസിനെ, കോൺകേവ് ഷേപ്പിലുള്ള ബോണി സർഫസിനെ അൽവിയോളത്തിന്, അതായത് ടീത്ത് റിഡ്ജിന് തൊട്ടുപുറകിൽ കാണുന്നതിനെയാണ് ഹാർഡ് പാലറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത് ഹാർഡ് കഴിഞ്ഞാൽ അടുത്ത ഭാഗം എന്താണ്? സോഫ്റ്റ് ആണ്. അപ്പൊ നമ്മൾ നാവ് കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ നമുക്കിത് അറിയാനായിട്ട് പറ്റും. അങ്ങനെ ഒരു ഹാർഡായിട്ടുള്ള പോർഷൻ കഴിയുമ്പോൾ അടുത്തത് എന്താണ്? നമ്മുടെ നാക്ക് ഒന്നുകൂടി അകത്തേക്ക് നമ്മളൊന്ന് തൊട്ട് നോക്കുമ്പോൾ അത് സോഫ്റ്റ് ആയിട്ട് കാണും. അപ്പോൾ ദ സോഫ്റ്റ് ഫ്ലഷി പാർട്ട് ഓഫ് ദ റൂഫ് ഓഫ് ദ മൗത്ത് വിച്ച് ലൈസ് ജസ്റ്റ് ബിഹൈൻഡ് ദ ഹാർഡ് പാലറ്റ് ഇസ് ദ സോഫ്റ്റ് പാലറ്റ് ഓർ ദി വീലം. അപ്പോൾ ഈ ഹാർഡ് പാലറ്റിന് ശേഷം വരുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഷി ആയിട്ടുള്ള ഭാഗത്തെ നമ്മൾ വീലം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ സോഫ്റ്റ് പാലറ്റ് എന്നാണ് പറയുന്നത്. ദ ഫ്ലഷി സ്ട്രക്ചർ ഹാങ്ങിങ് ലൂസ് at the extreme end of the roof of the mouth is called ovula. ഓവുല എന്ന് പറയുന്നത് ഈ സോഫ്റ്റ് പാലറ്റിന് അപ്പുറത്തായിട്ട് ഒരു ചെറിയ നമ്മൾ കിച്ച് പറഞ്ഞിട്ട് ഒരു കൃമി ഇങ്ങനെ ആടിക്കളിക്കുന്ന ഒരു പരസ്യം കണ്ടിട്ടുണ്ടല്ലോ, ഒരു സാധനം ഇങ്ങനെ വീർത്ത് നമ്മുടെ വിക്സിന്റെ പരസ്യത്തിനകത്ത്. അപ്പം അതിനകത്ത് ആ ഒരു തൂങ്ങിക്കിടക്കുന്ന ആ ഒരു സാധനത്തിനെയാണ് നമ്മൾ ഓവുല എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും അറ്റത്തെ റൂഫ് ഓഫ് ദ മൗത്തിനകത്ത് ഏറ്റവും അറ്റത്തായിട്ട് വരുന്നത്. ഓവുല ഓഫ് ദ ഓർഗാൻസ് കംപ്രസിംഗ് ഓഫ് ദ റൂഫ് ഓഫ് ദ മൗത്ത്. ഇത്രയാണ് റൂഫ് ഓഫ് ദ മൗത്ത് എന്ന് പറയുന്നത്. ദ സോഫ്റ്റ് പാലറ്റ് നീഡ്സ് സ്പെഷ്യൽ മെൻഷൻ. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഈ റൂഫ് ഓഫ് ദ മൗത്ത് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇതിനാണ്, സോഫ്റ്റ് പാലറ്റിനാണ്. ഇറ്റ് ആക്ട്സ് ലൈക്ക് എ wall in opening and closing the nasal passage of the air. നമ്മുടെ എയർ അകത്തേക്കും പുറത്തേക്കും എടുക്കുമ്പോൾ അതിന്റെ പാസേജിനകത്ത് നമ്മൾ മൂക്കിൽ കൂടി പോകുമ്പോൾ ലങ്സ് വഴിയല്ല, നമ്മുടെ മൂക്കിലൂടെ അകത്തേക്കും പുറത്തോട്ടും ഇങ്ങനെ പോകുമ്പോൾ അവിടെ ക്ലോസിങ്ങും ഓപ്പണിങ്ങും നടത്തുന്നത്, അവിടെ ലങ്സിന്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും നമ്മൾ നേരത്തെ കണ്ടു. ഇതുപോലെ മൂക്കിന്റേതായിട്ടുള്ള ഓപ്പണിങ്ങും ക്ലോസിങ്ങും കൊടുക്കുന്ന വാൾ എന്ന് പറയുന്നത് സോഫ്റ്റ് പാലറ്റിന്റെയാണ്. അപ്പോൾ ഇറ്റ്സ് ആക്ട്സ് ലൈക്ക് എ വാൾ ഇൻ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ദ നാവൽ പാസേജ് ഓഫ് എയർ. In the production of certain sounds, the soft palate is raised so that it acts like it touches the backward of the pharynx.
അപ്പോൾ ചില സമയങ്ങളിൽ നമ്മുടെ സോഫ്റ്റ് പാലറ്റ് ചില സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ സോഫ്റ്റ് പാലറ്റ് എന്ത് ചെയ്യുന്നു, അത് റേസ് ചെയ്യുന്നു, അതൊന്ന് പൊങ്ങുകയാണ് ചെയ്യുന്നത്. ചില ശബ്ദങ്ങൾ വരുമ്പോൾ നമുക്ക് തന്നെ അത് മനസ്സിലാവും, അല്ലെങ്കിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. നമ്മുടെ സോഫ്റ്റ് പാലറ്റ് റേസ് ആവും. അത് നമ്മുടെ ഫാരൻസിന്റെ ബാക്കായിട്ടുള്ള ഒരു സ്ഥലത്ത് അത് ചെന്ന് മുട്ടുകയാണ്. ടച്ചസ് ദ ബാക്ക്വേർഡ് ഓഫ് ദി ഫാരൻസ്. ആൻഡ് നാസൽ പാസേജ് എന്ത് ചെയ്യുവാണ്, കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യാണ് ചെയ്യുന്നത്. എപ്പോഴാണോ നമ്മുടെ സോഫ്റ്റ് പാലറ്റ് റേസ് ചെയ്ത് അത് ബാക്കില് ഫാരൻസിന്റെ ബാക്കിൽ ടച്ച് ചെയ്യുന്നത്, അപ്പോൾ നാസൽ പാസേജ് എന്ത് ചെയ്യുന്നു, അത് കംപ്ലീറ്റ് ആയിട്ടും ക്ലോസ് ചെയ്യാണ്. ഈ ക്ലോഷറിനെ Thus closure of the nasal passage by raising of velum അല്ലെങ്കിൽ soft palate is called a velaric closure. ഇതിനെ velaric closure എന്ന് പറയുന്നു. Then the air cannot escape through the nose at all. ഇങ്ങനെ വരുമ്പോൾ ഈ വീലം ഇങ്ങനെ ക്ലോസ് ആയിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, മൂക്കിലൂടെ എയറിന് പാസ് ചെയ്യാൻ പറ്റാതെ വരുന്നു. അങ്ങനെ പാസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോ the sound during the production of which air escapes only through the mouth are called oral sounds. അങ്ങനെ മൂക്ക് അടഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ വായിലൂടെയാണ് എയറിന്റെ പാസേജ് വരുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന സൗണ്ട്സിനെ നമ്മൾ ഓറൽ സൗണ്ട്സ് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പ്, ട്, ഗ, ബ്, അതൊക്കെ ഏതിൽ പെടുകയാണ്, ഈ വിലാറിക് ക്ലോഷർ കൊണ്ടുണ്ടാകുന്ന ഓറൽ സൗണ്ട്സിന് എക്സാമ്പിൾ ആണ്. ഇനി അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when the soft palate is lowered, സോഫ്റ്റ് പാലറ്റ് താഴുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും, നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുക. the nasal passage is opened. സോഫ്റ്റ് പാലറ്റ് താഴുമ്പോ nasal passage എന്ത് ചെയ്യാണ്, തുറക്കുവാണ് ചെയ്യുന്നത്. The opening of the nasal passage by lowering of the velum or the soft palate is called velaric opening. വീലം ഇങ്ങനെ ഓപ്പൺ ചെയ്തിരിക്കുന്ന സമയത്ത് നാസൽ കാവിറ്റി അല്ലെങ്കിൽ ആ ഒരു നാസൽ പാസേജ് ഓപ്പൺ ആകുന്നു. When the soft palate lowered, the oral passage is blocked. സോഫ്റ്റ് പാലറ്റ് ലോവർ ചെയ്യുന്ന സമയത്ത് ഓറൽ പാസേജ് അടഞ്ഞു പോകുന്നു. ബൈ ക്ലോസിംഗ് ഓഫ് ദ ലിപ്സ്, ഒന്നില്ലെങ്കിൽ നമ്മൾ ലിപ്സ് ക്ലോസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബൈ മേക്കിംഗ് ദ ടങ് ടച്ച് സം പാർട്ട് ഓഫ് ദ റൂഫ് ഓഫ് ദ മൗത്ത്. നമ്മുടെ നാവ് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെ അപ്പോൾ ചെന്ന് സ്റ്റോപ്പ് ആവുന്നു, ടച്ച് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, നമ്മുടെ ഓറൽ ക്യാവിറ്റി അവിടെ ബ്ലോക്കായി നിൽക്കുകയാണ്. Then the air from the lungs escape only through the nose. അപ്പൊ പിന്നെ വായ അടഞ്ഞിരിക്കുമ്പോൾ മൂക്കിലൂടെ മാത്രമാണ് എയറിന് പുറത്തോട്ട് പോകാൻ പറ്റുള്ളൂ. Such sounds are called nasal sounds. അങ്ങനെ മൂക്കിലൂടെ പോകുന്ന എയറിൽ നിന്നുണ്ടാകുന്ന ശബ്ദത്തിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, nasal sounds എന്ന് വിളിക്കുന്നു. Of the 44 sounds of the English, 41 are oral and 3 are nasal sounds. Which are they? അപ്പോൾ 44 സൗണ്ടുകൾ ഉള്ളത്, സ്പീച്ച് സൗണ്ട്സ് ഉള്ളതിൽ 41 അതായത് 41 ഓറൽ സൗണ്ട് ആകുമ്പോൾ 3 മാത്രമാണ് മൂക്കിലൂടെ ഉണ്ടാകുന്ന ശബ്ദം. അതേതൊക്കെയാണ്, മ, ന, ങ. ഇത് 3 നേസൽ സൗണ്ട്സ് ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് ടങ്ങിന്റെ പൊസിഷൻസ് അല്ലെങ്കിൽ ടങ്ങിന്റെ പാർട്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. പാർട്സ് അല്ല, അതിന്റെ എങ്ങനെയാണ് ഡിഫറെന്റ് ലെവലിലേക്ക് അതിനെ തിരിക്കുന്നത്. The tongue is a very important organ of speech and is assumed different positions during the production of various sounds. ടങ് ഓരോ പൊസിഷനിൽ വരുന്നതായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ, ഓരോ വാക്ക് പറയുമ്പോഴും അല്ലെങ്കിൽ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ടങ്ങിന് ഓരോരോ പൊസിഷനിലേക്ക് എത്തുന്നതായിട്ട് നമുക്ക് കാണാം. ഒരിടത്ത് തന്നെ ടങ് നിൽക്കുന്നില്ല. ദ എക്സ്ട്രീം എഡ്ജ് ഓഫ് ദ ടങ് ഇസ് ദ ടിപ്പ്. നമ്മുടെ നാവിന്റെ തുമ്പ് എന്ന് പറയുന്നതാണ് ടിപ്പ് ഓഫ് ദ ടങ്, വിച്ച് ലൈസ് അഗെയിൻസ്റ്റ് ദ അപ്പർ ഫ്രണ്ട് ടീത്ത്. അതായത് നമ്മുടെ ഏറ്റവും ഫ്രണ്ടിലുള്ള ടീത്ത്, അതിന്റെ അപ്പർ ഫ്രണ്ട് ടീത്തിനോട് ഓപ്പോസിറ്റ് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നതാണ് ടിപ്പ് ഓഫ് ദ ടങ് എന്ന് പറയുന്നത്.
When the vocal organs are at rest, immediately behind the tip is the blade. അതായത് നമ്മുടെ മറ്റുള്ള വോക്കൽ ഓർഗാൻസ് എല്ലാം റെസ്റ്റിലിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ഇത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ടിപ്പ് പറഞ്ഞു, ടിപ്പിന് തൊട്ട് ബാക്കിലായിട്ട് കാണുന്നതാണ് ബ്ലേഡ് എന്ന് പറയുന്ന പോർഷൻ. ഈ ടിപ്പിനെയും ബ്ലേഡിനെയും കൂട്ടിച്ചേർത്ത് നമ്മൾ പറയുന്നതാണ് അപെക്സ് എന്ന്. ബിയോണ്ട് ദ ബ്ലേഡ് ഇറ്റ് ഇസ് എ ഫ്രണ്ട് വിച്ച് ലൈസ് ഓപ്പോസിറ്റ് ടു ദ ഹാർഡ് പാലറ്റ്. ഈ ഫ്രണ്ട് പോർഷൻ ഓഫ് ദ ടങ് എന്ന് പറയുന്നത് അത് എന്തിന് ഓപ്പോസിറ്റ് ആയിരിക്കും? ഹാർഡ് പാലറ്റിന്, ടീത്തിന്റെ ഹാർഡ്, നമ്മുടെ റൂഫ് ഓഫ് ദ മൗത്തിന്റെ ഹാർഡ് പാലറ്റിന് ഓപ്പോസിറ്റ് ആയിരിക്കും. ജസ്റ്റ് ബിഹൈൻഡ് ദ ഫ്രണ്ട് ആസ് ദ ബാക്ക് ഓഫ് ദ ടങ്, ടങ്ങിന്റെ ബാക്ക് സൈഡ്, അത് എന്തിന് ഓപ്പോസിറ്റ് ആയിരിക്കും? നമുക്ക് തന്നെ പറയാൻ പറ്റും. ഈവൻ ബിയോണ്ട് ദ ബാക്ക് ഓഫ് ദ ടങ് ആസ് എ റൂട്ട്. അപ്പൊ ബാക്ക് ഓഫ് ദ ടങ് സോഫ്റ്റ് പാലറ്റിനും അതിന് ബാക്കിലുള്ളതിനെ നമുക്ക് റൂട്ട് എന്നും വിളിക്കാൻ പറ്റും. ഇനി അടുത്തത് ലിപ്സ് ആണ്. ലിപ്സ് പ്ലേ ദർ പാർട്ട് ഇൻ ആർട്ടിക്കുലേഷൻ ഓഫ് സർട്ടൻ കോൺസണൻസ്. ഫോർ എക്സാമ്പിൾ, ഇനീഷ്യൽ സൗണ്ട്സ് ഇൻ വേർഡ്സ് pet, met, bet are produced using both lips. അത് നമ്മുടെ രണ്ട് ലിപ്സും എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കും. നമ്മൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ സംസാരിക്കാൻ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആർട്ടിക്കുലേറ്റർ ആയിട്ടിരിക്കുന്നത് നമ്മുടെ ലിപ്സ് ആണ്. അതൊരിക്കലും റെസ്റ്റിൽ വരുന്നില്ല. മറ്റുള്ള റൂഫ് ഓഫ് ദ മൗത്ത് അതൊക്കെ റെസ്റ്റിൽ വന്നാൽ പോലും ലിപ്സ് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. ദേ ഓൾസോ പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഡ്യൂറിംഗ് ദ ആർട്ടിക്കുലേഷൻ ഓഫ് വവൽ സൗണ്ട്സ്. The rounding of the lips results in the production of vowel sounds. വവൽ സൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ റൗണ്ടിങ് ഓഫ് ദ ലിപ്സ് ആണ് നമ്മൾ അധികവും കാണുന്നത്. പിന്നെ സ്പ്രെഡിങ് ഓഫ് ദ ലിപ്സ് ഉണ്ട്. ഇറ്റ് കോസസ് ദ പ്രൊഡക്ഷൻ ഓഫ് അൺറൗണ്ടഡ് വവൽസ്. അൺറൗണ്ടഡ് വവൽസ് ആയിട്ടുള്ള ഇ, എ, ഇ അങ്ങനെയുള്ള ഇതെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലിപ്സ് സ്പ്രെഡ് ചെയ്യും, വലിച്ചു നീളുകയാണ് ചെയ്യുന്നത്. സാധാരണ വവൽസ് ഉണ്ടാക്കാനായിട്ട് എന്ത് ചെയ്യാണ്? ഓ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ എന്ത് ചെയ്യാണ്? ഊ എന്നൊക്കെ പറയുമ്പോൾ ലിപ്സ് റൗണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻ ദ ആർട്ടിക്കുലേഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്സ്, വൺ ഓഫ് ദ ആർട്ടിക്കുലേറ്ററി ഓർഗാൻസ്, അതായത് ആർട്ടിക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത്, മൂവ് ടുവേർഡ്സ് അതർ വിച്ച് ഇസ് സ്റ്റേഷനറി. ഒരേ സമയം രണ്ടെണ്ണം ആക്റ്റീവിലായിരിക്കില്ല, ഒരെണ്ണേ ആക്റ്റീവിലായിരിക്കുള്ളൂ. അപ്പൊ ആക്റ്റീവിലായിരിക്കുന്ന ആർട്ടിക്കുലേറ്ററി ഓർഗാൻ അത് സ്റ്റേഷനറി ആയിരിക്കുന്നതിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരെണ്ണം പാസീവ് ആയിരിക്കും, ഒരെണ്ണം ആക്റ്റീവ് ആയിരിക്കും. The articulators which moves are called active articulators, and those which remain passive are called passive articulators. The lower lip and the tongue are called active articulators, whereas the upper lip, upper low of the teeth and roof of the mouth are always passive. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് വല്ലതിന് കമൻറ്റ് ബോക്സിൽ എന്തായാലും എഴുതി അറിയിക്കണം, എന്തായാലും റിപ്ലൈ തരുന്നതാണ്. പിന്നെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെറിയൊരു നോട്ട് പിൻ ചെയ്തിട്ടുണ്ട്. നോട്ട്സൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് അത് റെഫർ ചെയ്തതിനെ കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നതാണ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്സ്. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഗൈസ്. Stay happy, stay positive. This is Megasai signing off.